മതാധ്യാപക പരീക്ഷയുടെ ഒരുക്ക എപ്പിസോഡിൽ ഇന്നത്തെ ക്ലാസ്സിൽ 1536 മുതൽ 1553 ഉൾപ്പെടെയുള്ള നമ്പറുകൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ പേജ് നമ്പർ 388 മുതൽ 394 വരെയാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇവിടെ വകുപ്പ് 6-ൽ തിരുപ്പട്ട കൂദാശയെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുക. അതിന് നമ്പർ 1536-ൽ ക്രിസ്തു ദൗത്യം യുഗാന്ത്യത്തോളം തുടരാൻ തിരുപ്പട്ട ശുശ്രൂഷ നൽകുന്നതിനെ കുറിച്ച് പറയുന്നു. തിരുപ്പട്ടത്തിന് 3 പദവികൾ ഉള്ളതായിട്ട് നമ്മളവിടെ കണ്ടുമുട്ടുന്നുണ്ട്. മെത്രാൻ പദവി, പുരോഹിത പദവി, ഡീക്കൻ പദവി. തുടർന്ന് വകുപ്പ് 6-ന് കീഴിൽ വരുന്ന 1-ാമത്തെ ഭാഗത്തിൽ 1537-ാമത്തെയും 38-ാമത്തെയും നമ്പറുകളാണ് പ്രതിപാദിക്കുക. ഈ കൂദാശയെ പട്ടം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തിനെക്കുറിച്ചാണ് എന്നൊക്കെയാണ് നമ്മൾ തുടർന്ന് കാണാൻ പോവുക. പുരാതന റോമിൽ ഓർദോ എന്ന പദം പൗരസമിതിയെ, പ്രത്യേകിച്ച് ഭരണസമിതിയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പദമാണ്. പട്ടം കൊടുക്കുക എന്നാൽ ഈ സമിതിയിലേക്ക് അംഗങ്ങളാക്കുക എന്നുകൂടി അർത്ഥമാക്കിയിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കിക്കൊണ്ട് ഈ സമിതികൾ പുരാതന കാലം മുതൽ സഭയിൽ ഉണ്ടായിരുന്നു. ആദിമകാലത്ത് മെത്രാന്മാരുടെ പദവി, പുരോഹിതന്മാരുടെ പദവി, ഡീക്കന്മാരുടെ പദവി, സ്നാനാർത്ഥികൾ, കന്യകമാർ, വിവാഹിതർ, വിധവകൾ എന്നിവരുടെ സംഘങ്ങൾക്ക് ഓർദോ അല്ലെങ്കിൽ പദവി എന്ന പേരുണ്ടായിരുന്നു. സഭയിലെ ഈ പദവികളിലേക്ക് ആളുകളെ ചേർത്തിരുന്നത് പട്ടം കൊടുക്കൽ എന്ന കർമാനുഷ്ഠാനത്തിലൂടെയാണ്. ഇന്ന് പട്ടം കൊടുക്കൽ എന്ന പദം മെത്രാന്മാരുടെയോ പുരോഹിതന്മാരുടെയോ ഡീക്കന്മാരുടെയോ പദവിയിലേക്ക് സ്വീകരിക്കുന്ന കൗദാശിക കർമ്മത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പട്ടം കൊടുക്കലിനെ പ്രതിഷ്ഠാ കർമ്മം, കോൺസക്രേഷൻ എന്നും വിളിക്കുന്നു. വകുപ്പ് 6-ന് കീഴിൽ വരുന്ന 2-ാമത്തെ ഭാഗത്തിൽ 1539 മുതൽ 1553 വരെ നമ്പറുകളിൽ കാണുന്നവ നാം തുടർന്ന് കണ്ടുമുട്ടുകയാണ്. തിരുപ്പട്ട കൂദാശ രക്ഷാകര പദ്ധതിയിൽ എന്നതാണ് മുഖ്യ വിഷയമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് പഴയ ഉടമ്പടിയിലെ പൗരോഹിത്യം. നമ്പർ 1539 മുതൽ 1543 വരെ അത് കാണും. ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തെ കുറിച്ച് 1544, 1545 നമ്പറുകളിൽ കാണും. ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തിലുള്ള 2 തരം പങ്കുചേരലുകൾ 1546 മുതൽ 1553 ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടും. ആദ്യം നമ്മൾ പഴയ ഉടമ്പടിയിലെ പൗരോഹിത്യത്തെ കാണാൻ പോവുകയാണ്. താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽക്കാരിൽ 12 ഗോത്രങ്ങളിൽ ഒന്നായ ലേവി ഗോത്രത്തെ ആരാധനാ ശുശ്രൂഷയ്ക്കായി പ്രത്യേകം നിയോഗിച്ചു. ദൈവവചനം പ്രഘോഷിക്കാനും ബലികളും പ്രാർത്ഥനയും വഴി ദൈവവുമായിട്ടുള്ള ഐക്യം ഉറപ്പിക്കുവാനും വേണ്ടി പൗരോഹിത്യം സ്ഥാപിതമായി. പൂർണ്ണ വിശുദ്ധീകരണം ക്രിസ്തുവിന്റെ ബലിയാൽ മാത്രം സാധ്യമാവുകയുള്ളൂ. അതിനാൽ പൗരോഹിത്യത്തിലൂടെ അർപ്പിക്കുന്ന ബലികൾ നിരന്തരം ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തെ കുറിച്ചാണ്. പൗരോഹിത്യത്തിന്റെ പൂർത്തീകരണം ക്രിസ്തുവിലാണ് ദർശിക്കുന്നത്. ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ. മറ്റുള്ളവർ അവിടുത്തെ ശുശ്രൂഷകർ മാത്രമാണ്. ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തിലുള്ള 2 തരം
പങ്കുചേരലുകൾ തുടർന്ന് നാം കാണുന്നു. വിശ്വാസികളുടെ പൊതു പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കപ്പെടുന്നത് മാമോദീസ കൃപാവരത്തിൻ്റെ വർധനവിലൂടെയാണ്. അതേസമയം ശുശ്രൂഷ പൗരോഹിത്യം പൊതു പൗരോഹിത്യത്തിന് ശുശ്രൂഷ അർപ്പിക്കാനുമാണ്. എല്ലാ ക്രൈസ്തവരുടെയും കൃപാവരത്തിൻ്റെ വർധനവാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ക്രിസ്തു തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിച്ച ശുശ്രൂഷകന്റെ സഭാ ശുശ്രൂഷയിൽ സന്നിഹിതനാകുന്നത്. പഴയ നിയമത്തിൽ പുരോഹിതൻ ക്രിസ്തുവിന്റെ പ്രതിരൂപമായിരുന്നു. പുതിയ നിയമത്തിലെ പുരോഹിതൻ ക്രിസ്തുവിന് പകരം നിന്ന് പ്രവർത്തിക്കുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ വാക്കുകളിൽ മെത്രാൻ പിതാവിൻ്റെ പ്രതിരൂപമാണ്. പിതാവായ ദൈവത്തിൻ്റെ ഏറെക്കുറെ ജീവനുള്ള പ്രതിച്ഛായ. ശുശ്രൂഷകന്റെ പാപം കൂദാശകളുടെ കൃപാവരത്തിൻ്റെ ഫലത്തെ തടയുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. ശുശ്രൂഷ പൗരോഹിത്യം ക്രിസ്തുവിനോടും മനുഷ്യരോടും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മനുഷ്യ നന്മയ്ക്കും സഭാ സമൂഹത്തിനും വേണ്ടി ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിതമായിരിക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സഭ മുഴുവൻ്റെയും നാമത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ദൗത്യം പുരോഹിതനിലുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ മാത്രമല്ല, സഭയുടെയും ശുശ്രൂഷകരാണ്. ഇത്രയും ഭാഗമാണ് 1536 മുതൽ 1553 വരെയുള്ള നമ്പറുകളിൽ കണ്ടുമുട്ടുന്ന തിരുപ്പട്ട കൂദാശയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുമുട്ടുന്ന പഠന വിധേയമാക്കുന്ന ഭാഗങ്ങൾ.